Welcome to session 2 for basic mechanics. So today we're discussing about the thermodynamic cycles, and one of the most important cycle is Carnot cycle. Coming to the Carnot cycle. നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് certain കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാർനോട്ട് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പാർട്സ് എന്താണെന്ന് ഇതിന്റെ കൃത്യമായി പഠിക്കണം. കാരണം കാർനോട്ട് സൈക്കിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സിലിണ്ടർ പിസ്റ്റൺ വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് സിലിണ്ടർ, എന്താണ് പിസ്റ്റൺ എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഈ ഒരു ഇത് കാണുന്നത് ഒരു പിസ്റ്റൺ ആണ്. ആ പിസ്റ്റണിനെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് റോഡും ഉണ്ട്. അപ്പൊ ഈ ഒരു കണക്ടിങ് റോഡും പ്ലസ് പിസ്റ്റൺ ആണ് ഇത്. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു സിലിണ്ടർ ബ്ലോക്ക് ആണ്, അതായത് ഒരു എഞ്ചിന്റെ മെയിൻ ഭാഗം. ആ എഞ്ചിന്റെ അകത്താണ് സിലിണ്ടർ ഉള്ളത്. ഈ സിലിണ്ടേഴ്സ് ആണ് ഈ സർക്കിളിൽ നമ്മൾ കാണുന്നത്. സോ ഇതൊക്കെയാണ് സിലിണ്ടേഴ്സ്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുതലുള്ള ഒരു എഞ്ചിനാണ് ഇത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ അകത്താണ് എന്തിരിക്കുന്നത്, ഈ പിസ്റ്റൺ ഇരിക്കുന്നത്. ആ പിസ്റ്റണിനെ സിലിണ്ടറിനകത്ത് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് നടത്തുക, അതായത് ബോട്ടം ടു ടോപ്പിലേക്കുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ പിസ്റ്റൺ ആണ്. ആ പിസ്റ്റനെ സഹായിക്കുന്നത് ഈ കണക്ടിങ് റോഡാണ്. സോ അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സിലിണ്ടറിനകത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഈ കാണുന്നതാണ് സിലിണ്ടർ വാൾ എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ രണ്ട് സൈഡിലും കാണുന്നതാണ് സിലിണ്ടറിന്റെ വാൾ എന്ന് പറയുന്നത്, ഇൻസൈഡ് ദ സിലിണ്ടർ. സോ ഇൻസൈഡ് ദ സിലിണ്ടറിൽ നമുക്ക് ഉള്ളത് ഒരു പിസ്റ്റൺ ആണ്. ആ പിസ്റ്റനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിസ്റ്റൺ ഉണ്ട്, ഇത് സിലിണ്ടർ. സോ പിസ്റ്റണ് മാക്സിമം ടോപ്പ് വരെ എത്ര വരെ വരാം, അതിന്റെ ആ ഒരു ടോപ്പ് പോർഷൻ വരുന്ന പോർഷനെ നമ്മൾ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കും. സോ ഈ ഒരു പോർഷൻ വരെ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കും, അതായത് TDC. അതായത് നമ്മുടെ പിസ്റ്റന്റെ അപ്വേർഡ് മൂവ്മെന്റ് മാക്സിമം വരുന്നത് ഈ റേഞ്ച് വരെയാണ്. ഈ റേഞ്ച് വരെ വരുന്നതിനെ നമ്മൾ ആ റേഞ്ചിലിരിക്കുന്ന ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത് ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ്, അഥവാ TDC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഇനി ഈ പിസ്റ്റന്റെ മിനിമം, അതായത് ബോട്ടം എത്ര വരെ താഴ്ന്നു വരാവോ ആ ഒരു ലെവൽ വരെ ഉള്ളതിനെ നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കും, അതായത് BDC എന്ന് പറയും. അപ്പൊ ഇതാണ് അതിന്റെ വർക്കിംഗ് ഏരിയ. അപ്പൊ ഇത്രയും ഏരിയയിൽ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റന്റെ മൂവ്മെന്റ് നടക്കുന്നത്. അതായത് ഇത്രയും ഏരിയ നമ്മൾ വിളിക്കുന്നത് സ്ട്രോക്ക് എന്നാണ്. അതായത് ഈ സിലിണ്ടറിനകത്തെ സ്ട്രോക്ക് നടക്കുന്നത് ഇത്രയും ഭാഗത്താണ്. ബാക്കിയുള്ളതിനെ നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കും. അപ്പൊ ഇതൊക്കെ അതിന്റെ കുറച്ച്, അതായത് ഇൻലെറ്റ് മാനിഫോൾഡ്, അതായത് ഫ്യൂവൽ വരുന്നത് ഇതുവഴിയാണ്. ഇതുവഴി ഇതിന് ഇൻസൈഡ് സിലിണ്ടറിൽ എത്തുന്നു. ഇവിടെ വെച്ചിട്ട് പല പ്രോസസ്സുകൾ നടത്തിയതിനു ശേഷം എക്സോസ്റ്റിലൂടെ ബേൺഡ് ഗ്യാസസ് പുറത്തേക്ക് പോകുന്നു. അതൊക്കെ നമ്മൾ പിന്നീട് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്താന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഫുൾ വർക്കിംഗ് പഠിക്കും. അതിനു മുമ്പേ തന്നെ എന്താണ് ഒരു പിസ്റ്റൺ എന്നും അതുപോലെ എന്താണ് ഒരു സിലിണ്ടർ എന്നും ഇതിന്റെ ഈ ഒരു പോർഷൻ, അതായത് BDC എന്നാൽ എന്ത്, TDC എന്നാൽ എന്ത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതിൽ നിന്ന് വേണം നമ്മൾ കാർനോട്ട് സൈക്കിളിലേക്ക് എത്താൻ. ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും, എങ്കിലും ഒന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഈ കാർനോട്ട് സൈക്കിൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് കോൺസ്റ്റന്റ് പ്രഷർ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോളിയം, ഐസോതെർമൽ, പോളിൻട്രോപിക്, അഡയബാറ്റിക്. ഇത്രയും ടേമുകൾ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. എന്താണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ഈ ഒരു സിലബസിൽ, K2ന്റെ ബേസിലുള്ള ഈ സിലബസിൽ നമുക്ക് ആവശ്യമില്ല. എങ്കിൽ തന്നെയും നമ്മൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ സൈക്കിൾസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത്യാവശ്യം ഏതൊക്കെ പ്രോസസ്സുകൾ ഉണ്ടെന്നും ആ പ്രോസസ്സിൽ ഏതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഇപ്പം കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുകയാണെങ്കിൽ, കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് P = കോൺസ്റ്റന്റ്. അപ്പൊ അവിടുത്തെ പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെ റിലേഷൻ എന്ന് പറയുന്നത് V1/T1 = V2/T2 എന്നായിരിക്കും. ഇതേപോലെ തന്നെ പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് W = P × ΔV, അതായത് V2 - V1. ചേഞ്ച് ഇൻ വോളിയം, അതാണ് V2 - V1.
ഇതേപോലെ തന്നെ ആ കോൺസ്റ്റന്റ് പ്രഷർ ഉള്ള പ്രോസസ്സിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഡെൽ യു എന്ന് പറയുന്നത്, അതായത് U2 മൈനസ് U1 എന്ന് പറയുന്നത് mCv ഡെൽറ്റ ടി ആയിരിക്കും. ഡെൽറ്റ ടി എന്ന് ഉദ്ദേശിക്കുന്നത് T2 മൈനസ് T1. അവിടുത്തെ ഹീറ്റ് Q എന്ന് പറയുന്നത് Q is equal to mCp ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 മൈനസ് T1. അപ്പോൾ ഒരു പ്രോസസ്സിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഇതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ആ പ്രോസസ്സിന്റെ ഡെറിവേഷനിൽ. പക്ഷേ നമുക്ക് ആ ഡെറിവേഷന്റെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതിന്റെ റിലേഷൻസ്, അതായത് ഓരോ പ്രോസസ്സിന്റെയും ഈ റിലേഷനും അതിന്റെ വർക്ക് ഇക്വേഷൻ ഡെൽ യുവിന്റെ ക്യൂ, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം മുന്നോട്ട് വരുന്ന ഡെറിവേഷൻ വരുമ്പോഴും നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ പഠിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഇതുപോലെ ഓരോ പ്രോസസ്സിന്റെ ഇക്വേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ച് വീണ്ടും ഒന്ന് വെക്കുക. കോൺസ്റ്റന്റ് വോളിയം വരുമ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും, D2 മൈനസ് V1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് വർക്ക് എന്ന് പറയുന്നത് P ഇൻറ്റു 0 എന്ന് വരും. അപ്പം 0 ആയിട്ട് വരും. അവിടെ ഇന്റേണൽ എനർജി ഉണ്ടാവും, അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് ഉണ്ടാവും. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതുപോലെ തന്നെ അതിന്റെ വർക്ക് എങ്ങനെ വരും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ടി, അതായത് T2 മൈനസ് T1 എന്ന് പറയുന്ന ഒരു പോർഷൻ എന്തായിട്ട് വരത്തുള്ളൂ, 0 ആയിട്ട് എവിടെ വരത്തുള്ളൂ, ഐസോതെർമൽ പ്രോസസ്സിൽ വരത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് 0. അങ്ങനെ ഓരോ പ്രോസസ്സുകൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പോളിൻട്രോപ്പിക് പ്രോസസ്സിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. പോളിൻട്രോപ്പിക്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, PV പവർ N എന്നാണ്. N-ന്റെ വാല്യൂ മാത്രം എന്താവും, N is equal to ഗാമ എന്നാവും. ഈ ഗാമ എന്ന് പറയുന്ന വാല്യൂ മാത്രം എന്ത് വരും, അഡയബാറ്റിക്കിൽ വരും. ഈ N ഒക്കെ റീപ്ലേസ് ചെയ്യും. അഡയബാറ്റിക്കിന്റെ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചറിന്റെ വോളിയത്തിന്റെ ആണെങ്കിൽ ഇങ്ങനെ പറയാം, T2 by T1 is equal to V1 by V2 the whole power gamma minus 1. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡയബാറ്റിക് ആണ്. അതേപോലെ തന്നെ T2 by T1 is equal to V1 by V2 the whole power N minus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, അത് പോളിൻട്രോപ്പിക് പ്രോസസ്സ് വരും. N-നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് അഡയബാറ്റിക്കിന്റെ ഇക്വേഷൻസ് വരും എല്ലായിടത്തും. ഇതൊന്ന് വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. Okay. Next, so thermodynamic processes ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓൾറെഡി 4 സ്പെഷ്യൽ പ്രോസസ്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഫസ്റ്റ് പ്രോസസ്സ്, നമ്മൾ എല്ലാ പ്രോസസ്സുകളെയും നമ്മൾ ഈ ടേമിലാണ്, അതായത് പ്രിഫിക്സ് ആയിട്ട് ഐസോ എന്ന് നമ്മൾ കൊടുത്തിട്ടാണ് പറയാറ്. സോ ഐസോബാറിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഐസോബാറിക് എന്ന് പറയുമ്പോൾ അതിൽ ബാർ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അതായത് പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ബാർ. അപ്പൊ അതായത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷറിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. അതേപോലെ തന്നെ ഐസോകോറിക് അല്ലെങ്കിൽ ഐസോ വോളിയോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ വരുവാണ്. സോ ഇറ്റ്സ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. അതുപോലെ ഐസോതെർമൽ എന്ന് പറയുന്ന ടേം വരുവാണ്, അതായത് ഇറ്റ്സ് റെപ്രസെന്റ് ടെമ്പറേച്ചർ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ് എന്ത്, ഐസോതെർമൽ എന്ന് പറയുന്നത്. അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹിയർ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് സിസ്റ്റം. സിസ്റ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ എന്ത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തതിനെയാണ് നമ്മൾ അഡയബാറ്റിക് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ Q എന്ന് പറയുന്ന ടേം, നമ്മൾ ഹീറ്റിനെ എപ്പോഴും Q എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Q is equal to എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് എന്ത്, അഡയബാറ്റിക് വരുന്നത്. സോ നമ്മൾ കാർനോട്ട് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾറെഡി കാർനോട്ട് സൈക്കിളിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. അപ്പം കുറച്ചും കൂടെ ഒന്ന് റീഫ്ലക്ട് ചെയ്യുക കുറച്ച് പോയിന്റുകൾ. നമ്മൾ എന്നിട്ട് ഇതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ കാർനോട്ട് സൈക്കിൾ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആണ്. സാറിന്റെ പേര് എന്ന് പറയുന്നത് സാദി കാർനോട്ട് എന്നാണ്. 1824 ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഈ കാർനോട്ട് സൈക്കിള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്
എയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് എയർ. In Carnot cycle, air is subjected to a cyclic operation consisting of two isothermal and two reversible adiabatic process. ഈ കാർനോട്ട് സൈക്കിളിലെ എയറിനെ നമ്മൾ ഒരു സൈക്ലിക് ഓപ്പറേഷനിലേക്ക് കൺസിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഐസോതെർമൽ പ്രോസസ്സും രണ്ട് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സുമാണ് നടക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹീറ്റ് ഈസ് സപ്ലൈഡ് ആൻഡ് റിജക്റ്റഡ് ഐസോതെർമലി. ഐസോതെർമൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് അറിയാം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ്. അപ്പൊ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് എന്ത് അവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതും ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും. സോ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ടേക്ക് പ്ലേസ് അഡിയാബാറ്റിക്കലി. അപ്പം എക്സ്പാൻഷൻ അതായത് വികസിക്കുന്ന, അതായത് ആ പിസ്റ്റന്റെ മൂവ്മെന്റിനകത്ത് നമ്മൾ TDC BDC എന്നൊക്കെ പഠിച്ചതാണ്. അപ്പം TDC നിന്ന് BDCയിലോട്ട് വരുമ്പോൾ അവിടെ സർട്ടൻ വോളിയം ഇൻസൈഡിൽ കയറുവാണ്. അതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയും. പിസ്റ്റൺ ഇങ്ങനെ മാക്സിമം സ്ട്രോക്ക് വോളിയം കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എക്സ്പാൻഷൻ എന്നും പറയും. ആ സ്ട്രോക്ക് വോളിയത്തെ കുറച്ച് കൊടുക്കുമ്പോൾ എന്ത് വരും, കംപ്രഷൻ എന്ന് നമ്മൾ വിളിക്കും. ഈ രണ്ട് പ്രോസസ്സുകൾ, അതായത് എക്സ്പാൻഷനും കംപ്രഷനും എന്തിൽ നടക്കുന്നു, അഡിയാബാറ്റിക്കിൽ നടക്കുന്നു. അതായത് അവിടെ Q എന്ന് പറയുന്ന ഒരു വാല്യൂ എന്താണ്, 0 ആയിരിക്കും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നടത്താതെ അതിനെ ഇൻസുലേറ്റഡ് ആക്കി നിർത്തിക്കൊണ്ട് എന്ത് നടത്തുന്നു, എക്സ്പാൻഷനും കംപ്രഷനും നടത്തുന്നു. സോ ഹിയർ കൺസിഡർ m kg ഓഫ് എയർ. നമ്മൾ ഒരു സർട്ടൻ ക്വാണ്ടിറ്റി എടുക്കുകയാണ്, m kg ഓഫ് എയർ ഇൻസൈഡ് സിലിണ്ടർ, ഇൻസൈഡ് വിച്ച് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ സ്ലൈഡ് ചെയ്യുകയാണ് എന്തിനകത്ത്, സിലിണ്ടറിനകത്ത്. സർട്ടൻ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. So walls of the cylinder and piston are non-conductor of heat. അതായത് സിലിണ്ടറും പിസ്റ്റനും ഒക്കെ എന്താണ്, ഒരു നോൺ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. സോ ബോട്ടം ക്യാൻ ബി കവേർഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് ക്യാപ്പ്. അത് നമുക്ക് ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയും. ഈ ഒരു ലൈൻ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. Engine is assumed to work between one at high temperature and one at low temperature. ഒരു നമ്മളൊരു സൈക്കിള് നടക്കുമ്പോൾ ആ സൈക്കിളിനകത്ത് ഒരു പോർഷനിൽ ഹൈ ടെമ്പറേച്ചറിലും മറ്റൊരു പ്രോസസ്സ് ലോ ടെമ്പറേച്ചറിലുമാണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് നടക്കുന്നത് അസ്യൂം ചെയ്തിരിക്കുന്നത് ഒരെണ്ണം ഹൈ ടെമ്പറേച്ചറിലും ഒരെണ്ണം ലോ ടെമ്പറേച്ചറിലാണ്. അത് നമുക്ക് സൈക്കിളിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാവും. സോ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, 4 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ ഇതിനു മുമ്പ് സൈക്കിൾ എന്താന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ 4 സ്റ്റേജസ് ആണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 2 ഐസോതെർമൽ ആയിട്ടുള്ള അതുകൊണ്ട് 2 റിവേഴ്സിബിൾ ആയിട്ടുള്ള അഡിയാബാറ്റിക് പ്രോസസ്സും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഐസോതെർമലില് ആണ് എന്ത് നടത്തുന്നത്, ഹീറ്റ് സപ്ലൈ നടത്തുന്നതും അതുപോലെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും. പിന്നെ അഡിയാബാറ്റിക്കില് 2 റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എക്സ്പാൻഷനും ഉണ്ട്, ഒന്ന് കംപ്രഷനും ഉണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. സോ നമ്മൾ കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കും. സോ ഈ കാണുന്നതാണ് PV ഡയഗ്രാം. ഈ ഫിഗർ ആണ് PV ഡയഗ്രാം. അപ്പം ഈ PV ഡയഗ്രാം അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് TS ഡയഗ്രാം ആണ്. അപ്പം പ്രഷർ വോളിയത്തിന്റെ ഡയഗ്രാം, ഇത് ടെമ്പറേച്ചറിന്റെ എൻട്രോപ്പിയുടെ ആണ് ഈ ഡയഗ്രാം. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർനോട്ട് സൈക്കിളിനെ അല്ലെങ്കിൽ കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ വർക്കിങ്ങും സൈക്കിളിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി കുറച്ച് പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് 2 ഐസോതെർമൽ പ്രോസസ് ഉണ്ടെന്നും 2 അഡിയാബാറ്റിക് പ്രോസസ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇതിലെ ഓരോ പ്രോസസ്സുകളും ഓരോ കളറിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഇതെവിടെ ഗ്രീൻ കളറിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 to 3 ആണ്. അത് വയലറ്റ് കളറിലും 3 to 4 എന്ന് പറയുന്നൊരു ബ്ലൂ കളറിലും 4 to 1 എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളറിലുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഓരോ പ്രോസസ്സിനെയും എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നാലും റിവേഴ്സിബിൾ പ്രോസസ്സ് തന്നെയാണ്. റിവേഴ്സിബിൾ ഒക്കെ എന്താണെന്ന് നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൽ ബേസ്മെന്റിലേക്ക് ഒന്നും പോകത്തില്ല, ഡയറക്റ്റ് പറഞ്ഞു തന്നെ നമ്മൾ പോകും.
അപ്പൊ 4 റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 4 റിവേഴ്സിബിൾ പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1-ൽ നിന്നാണ്. അതായത് ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിക്കുന്ന ഈ ഒരു പാത്ത്, അതായത് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നാണ് വിളിക്കുന്നത്. സോ എന്താണ് അങ്ങനെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കാൻ കാര്യമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞു, ഒരു പിസ്റ്റൺ സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് ഈ ഒരു സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കാണിക്കുന്നത് സിലിണ്ടറിന്റെ വോൾ ആണ്, ഈ ലൈൻ. ഇൻസൈഡ് ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് പിസ്റ്റൺ ആണ്. സോ ഇത് പിസ്റ്റണും ഇത് സിലിണ്ടറുമാണ്. ഈ പിസ്റ്റൺ എന്തുണ്ട്? ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഉണ്ട്. രണ്ട് സൈഡിലേക്കും അത് മൂവ് ചെയ്യും. അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് എന്ന് നമ്മൾ വിളിക്കും. സോ ഫസ്റ്റ് പ്രോസസ്, അതായത് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദിസ് എയർ ഐസോതെർമലി ഫ്രം ദി എക്സ്റ്റേണൽ ഹോട്ട് ബോഡി. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു mkg ഓഫ് എയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇൻസൈഡ് ഈ സ്പേസിനകത്ത് മുഴുവൻ എന്താണ്? mkg ഓഫ് എയർ ആണ്. ഈ എയറിലേക്ക് നമ്മൾ എന്തിനെ സപ്ലൈ ചെയ്യുന്നു? ഹീറ്റിനെ സപ്ലൈ ചെയ്യുന്നു. അതായത് mkg ഓഫ് എയർ ഉള്ള ഈ പിസ്റ്റൺ സിലിണ്ടറിനകത്തെ എയറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു ഐസോതെർമലി ഫ്രം ദി എക്സ്റ്റേണൽ ഹോട്ട് ബോഡി. അതായത് ഒരു എനർജി സോഴ്സ് സിങ്ക് എന്താന്നൊക്കെ അറിയാം. വീണ്ടും ഞാൻ ബേസ്മെന്റിലേക്ക് പോകുന്നില്ല. സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അവിടെ നിന്നും എന്തെടുക്കുന്നു? ഹീറ്റിനെ എങ്ങോട്ടേക്ക് എടുക്കുന്നു? ഇതിന് ഇൻസൈഡ് ദ സിലിണ്ടറിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഹീറ്റിനെ എങ്ങോട്ട് സപ്ലൈ ചെയ്യുവാണ്? ഈ സിലിണ്ടറിനകത്തോട്ട് സപ്ലൈ ചെയ്യുവാണ്. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും, ഇവിടെ വളരെ കൂടുതലായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് നടക്കും. ഹയറിൽ നിന്ന് ലോവറിലോട്ട് ഹീറ്റ് ട്രാവൽ ചെയ്യും. സോ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടറിന്റെ ഇതിനെയാണ് ആ ബോട്ടം റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടെന്നാണ്, ഈ ഒരു റീജിയനിൽ ഒരു ക്യാപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ക്യാപ്പ് റിമൂവ് ചെയ്തിരിക്കുക. സോ ഒരു ഹോട്ട് ബോഡിയെ ഈ പിസ്റ്റൺ സിലിണ്ടറിന്റെ ഈ ബേസ്മെന്റിൽ കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഹീറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാവൽ ആവും. അതായത് ഹീറ്റ് ഈസ് സപ്ലൈ ടു ദിസ് എയർ ഐസോതെർമലി ഫ്രം ദി എക്സ്റ്റേണൽ ഹോട്ട് ബോഡി. ഇതാണ് എക്സ്റ്റേണൽ ഹോട്ട് ബോഡി. ഇവിടെ നിന്നും എന്താണ്? ഐസോതെർമലി ആണ് എന്ത് കിട്ടുന്നത്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. ഇപ്പൊ 100 ഡിഗ്രി ആണ് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇല്ല 1000 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് തന്നെ എന്ത് ചെയ്യും? സർട്ടൻ ക്വാണ്ടിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഐസോതെർമലി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലാതെ ടെമ്പറേച്ചർ അവിടെ ഇല്ല എന്നുള്ളതല്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂയിലാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ അതായത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇവിടുന്ന് ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. സോ എയർ എക്സ്പാൻഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ വാല്യൂയിലാണ് എന്ത് ചെയ്യുന്നത്? എയർ എക്സ്പാൻഡ് ചെയ്യുന്നത് ടിൽ ദ സ്റ്റേറ്റ് 2 ഈസ് റീച്ച്ഡ്. അപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് കിട്ടുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്യും? എയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ പിസ്റ്റനെ എന്ത് ചെയ്യും? പുഷ് ചെയ്യാൻ തുടങ്ങും. അതായത് എയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുക. എയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ അപ്ലൈ ചെയ്യും. ഈ പിസ്റ്റനെ എന്ത് ചെയ്യും? പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അതിന്റെ മാക്സിമം വരെ ഇവിടെ വരെ ആ ഒരു പ്രോസസ്സിൽ പിസ്റ്റനെ മൂവ് ചെയ്യിപ്പിച്ചു. അപ്പൊ നിലവിൽ ആദ്യം ഇവിടെയാണ് പിസ്റ്റൺ ഇരുന്നത്. ഇപ്പം ഈ പോർഷനിലോട്ട് എത്തി. എങ്ങനെ എത്തി? നമ്മളൊരു ഹീറ്റ് സോഴ്സിൽ നിന്ന് ഹീറ്റിനെ സപ്ലൈ ചെയ്തപ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഇനി ഇതിനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഈ ഫസ്റ്റ് 1 എന്ന് കാണിക്കുന്നത് ഇവിടെ നിൽക്കുന്ന 1 പൊസിഷൻ ആണ് പിസ്റ്റന്റെ. ഈ സമയത്ത് ഇൻസൈഡ് ഉണ്ടായിരുന്ന വോളിയം, അതായത് ഇവിടെ വരെയാണ് ആ വോളിയം വരുന്നത്. അതായത് PV ഡയഗ്രാം ആണല്ലോ, അപ്പൊ ഇവിടെയാണ് വോളിയം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ വരെയായിരുന്നു വോളിയം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും റേഞ്ചിൽ ഇവിടെ എന്താണ് ഉണ്ടായിരുന്നു? mkg ഓഫ് എയർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻസൈഡ് ദി സിലിണ്ടർ ഒരു പ്രഷർ വാല്യൂ ഉണ്ടായിരുന്നു. ആ പ്രഷർ വാല്യൂവിന്റെ പോയിന്റ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അതിനൊരു ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു T1. ഇവിടെ നിന്നാണ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടാമത്തെ പ്രോസസ്സ് വരെ പോയത്. അതാണ് 1 to 2 എന്ന് പറയുന്നത്.
അത് ഹീറ്റ് സപ്ലൈ ചെയ്തപ്പോൾ എയർ എക്സ്പാൻഡ് ആയപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതായത് ടെമ്പറേച്ചറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി നിർത്തി തന്നെയാണ് ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്തത്. അതാണ് TS ഡയഗ്രത്തിൽ 1 to 2 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്, ഈ ഗ്രീൻ ലൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം വോളിയം കൂടുന്നതനുസരിച്ചിട്ട് പ്രഷർ എന്ത് സംഭവിക്കുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. അതിങ്ങനെ നമുക്ക് കാണാം. ആദ്യത്തെ വാല്യൂ P എന്ന് പറയുന്നത് പ്രഷർ ഈ ഒരു പോയിന്റിലായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം P യുടെ വാല്യൂ ഇവിടെയായി. പക്ഷെ വോളിയം ആദ്യം ഇവിടെ ആയിരുന്നെങ്കിൽ വോളിയം നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വോളിയം എന്ത് ചെയ്തിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. ഇത്ര ഏരിയയിലായിട്ട് വോളിയം കൂടി. അപ്പം ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രഷർ ഡ്രോപ്പ് ആവുകയും ചെയ്തു, വോളിയം കൂടുകയും ചെയ്തു. So this process is represented by curve 1 to 2 in the PV diagram and a horizontal line in 1 to 2. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ് കാണിക്കുന്നത്. സോ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കർവ് 1 to 2 1 to 2 നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പ്രഷർ എന്ന് പറയുന്നത് വോളിയം കൂടുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യുവാണ്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ T1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഹീറ്റ് അഡീഷൻ നടത്തുന്നത്. അതായത് വെളിയിൽ നിന്ന് ഹീറ്റ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, Qin എന്ന അതായത് ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഐസോതെർമൽ എക്സ്പാൻഷനിലും ഐസോതെർമൽ കംപ്രഷനിലുമായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതും ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും. ഇവിടെയാണ് നമ്മളിപ്പം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. So during this process heat is absorbed from the hot body and an equal amount of work is done by the air. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഈ ഹോട്ട് ബോഡിയിൽ നിന്നാണ്. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു, അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതേ സെയിം കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഫുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ നമുക്ക് ഉള്ളൂ. അതായത് ഈ കാണുന്ന പിസ്റ്റൺ സിലിണ്ടറിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഇൻസുലേഷൻ നേരത്തെ ഇല്ലായിരുന്നു. ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ഹോട്ട് ബോഡി നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻസുലേഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ഇൻസുലേറ്റഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇതിപ്പോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായി മാറി. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നിലവിലില്ല. അതായത് അഡിയബാറ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അറ്റ് സ്റ്റേറ്റ് 2, അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന സ്റ്റേറ്റ് 2 എത്തി. അതായത് 1 ഇവിടെ ആയിരുന്നു. 1 നിന്ന് വെളിയിൽ നിന്ന് നമ്മൾ കൊടുത്ത ഹോട്ട് ബോഡിയുടെ ഹീറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷമാണത് സ്റ്റേജ് 2 വന്നത്, അതായത് പോയിന്റ് 2 വന്നത്. ഇനി അറ്റ് സ്റ്റേറ്റ് 2 നമ്മൾ ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. At the state 2, the source of heat is removed and air is allowed to expand adiabatically till state 3. അതായത് നമ്മൾ അതായത് ഇൻസുലേഷൻ കൊടുത്തു, ആ സ്റ്റേജ് 2 ആയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റേറ്റ് 2 ആയപ്പോഴാണ് എന്ത് ചെയ്തത്, ഹോട്ട് ബോഡിയെ ഇവിടുന്ന് റിമൂവ് ചെയ്തത്. ആ ഹോട്ട് ബോഡിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഇൻസുലേറ്റ് ചെയ്തു. സോ ഇൻസുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് കയറിയ ഒരു ഹീറ്റ് ഉണ്ട്. ആ ഹീറ്റ് മാത്രം എന്ത് ചെയ്യും, അതിനകത്ത് നിൽക്കും. ആ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഒരു ഹീറ്റ് ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് നിന്ന് പുറത്തേക്കൊരു ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. സോ ഇന്റേണൽ എനർജി മൂലം എന്ത് സംഭവിക്കുന്നു, വീണ്ടും എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ആദ്യം ഒന്നിൽ നിന്ന് എയർ ഔട്ട്സൈഡിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് 2 വന്ന് നിന്നു. ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഹോട്ട് ബോഡിയെ റിമൂവ് ചെയ്ത് ആ ഒരു ബോട്ടം സൈഡ് നമ്മൾ ഒരു ക്യാപ്പ് ഉപയോഗിച്ച് മൂടി, അതായത് ഒരു ഇൻസുലേഷൻ കൊടുത്തു. ഓൾറെഡി ഇവിടെ എല്ലാം ഇൻസുലേറ്റഡ് ആണ്. അവിടെ നിന്നും ഇന്റേണൽ എനർജി മൂലം എന്ത് സംഭവിച്ചു, ഈ പിസ്റ്റൺ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പം ഇവിടുന്ന് ഹീറ്റ് സപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഇല്ല, പക്ഷെ ഇന്റേണലി ഉണ്ടായിരുന്ന ഹീറ്റിന്റെ എനർജി മൂലമാണ് എന്ത് സംഭവിച്ചത്, വീണ്ടും ആ എയർ കുറച്ചും കൂടെ
എക്സ്പാൻഡ് ആയി. അങ്ങനെ എക്സ്പാൻഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തു. ഇത് നമുക്ക് നേരെ നമ്മുടെ പ്രോസസ്സിലേക്ക് പോയി നോക്കാം. അതായത് 2 to 3 എന്ന് പറയുന്ന ഈ വയലറ്റ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൈൻ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് കാണാം വീണ്ടും അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ വീണ്ടും എന്ത് സംഭവിക്കുന്നു? സ്ലൈറ്റ്ലി ചെറുതായിട്ടാണ് എന്ത് വോളിയം കൂടുന്നത്. കാരണം ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് സെക്കൻഡ് സെക്ഷനിലേക്ക് എത്തിയപ്പം ഇത്രമാത്രം വോളിയം ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടെ നിന്നും ഏകദേശം കുറച്ചും കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പിസ്റ്റൺ ഇപ്പൊ മൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്ര ഏരിയ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എയർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര ഏരിയ മാത്രമാണ് എയർ എക്സ്പാൻഡ് ചെയ്തത്. ആ എയർ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യം നേരത്തെ കൊടുത്തിരുന്ന ഹീറ്റിന്റെ പവർ മൂലമാണ്. അതായത് ഇന്റേണൽ എനർജി മൂലമാണ് എന്ത് സംഭവിച്ചത്? ഇതിനകത്ത് എയർ ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തത്. വെളിയിൽ നിന്നൊന്നും യാതൊരു വിധത്തിലുള്ള ഹീറ്റ് സപ്ലൈ ഇതിലില്ല. So next thing, temperature of air falls from T2 to T3. അതായത് T2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ എത്തി നിൽക്കുമായിരുന്നു. അവിടുന്ന് ഹീറ്റ് സപ്ലൈ നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി. അതായത് താഴ്ന്നു, ടെമ്പറേച്ചർ ലോ ആയി തുടങ്ങി. അതായത് ഈ പോയിന്റിൽ ടെമ്പറേച്ചർ എത്തി. അപ്പം ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? പ്രഷർ ഡ്രോപ്പ് ആയി, അതുപോലെ തന്നെ സ്ലൈറ്റ്ലി വോളിയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പം സെക്കൻഡ് പോർഷനിൽ അതായത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഈ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. This represented by the curve 2 to 3 in the PV diagram and a vertical line 2 to 3 in the TH diagram. TH diagramത്തിലാണ് 2 to 3 vertical line കാണിക്കുന്നത്. ഇവിടെ ഒരു curve കാണിക്കുന്നുണ്ട് 2 to 3ൽ. So no heat is absorbed or rejected by the air. യാതൊരു വിധത്തിലുള്ള ഹീറ്റ് അബ്സോർബറോ അല്ലെങ്കിൽ റിജക്ഷനോ ഒന്നും തന്നെ എവിടെ നടന്നിട്ടില്ല? ഈ പ്രോസസ്സിൽ നടന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു സിലിണ്ടറിന്റെ ഔട്ടറിൽ ഒരു ഹോട്ട് ബോഡി വെച്ചിരുന്നു. അവിടെ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്ത്. ആര് അബ്സോർബ് ചെയ്തത്? ഈ സിസ്റ്റം തന്നെ അബ്സോർബ് ചെയ്തത്. അങ്ങനെയാണ് എയർ എക്സ്പാൻഡ് ആയത്. എക്സ്പാൻഡ് ആയപ്പോൾ ഒരു പൊസിഷനിൽ വന്ന് നിന്ന പിസ്റ്റൺ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹോട്ട് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്ത് അവിടെ ഒരു ഇൻസുലേഷൻ കൊടുത്തു. ആ ഇൻസുലേഷൻ കൊടുത്തതിന് ശേഷം ഹീറ്റ് എന്ത് ചെയ്തു? അകത്തുനിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്കോ ഒന്നും ഹീറ്റ് ട്രാൻസ്ഫർ ആയില്ല. സോ ഇന്റേണൽ എനർജി മൂലം എന്ത് ചെയ്തു? വീണ്ടും സ്ലൈറ്റ്ലി എയർ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ പിസ്റ്റൺ വീണ്ടും മൂവ് ചെയ്തു. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഡ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്ട്രോക്ക് വോളിയം ഇവിടെ കൂടുന്തോറും അതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് വിളിക്കുമെന്ന്. അപ്പൊ ആദ്യത്തത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ നടന്നത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇതെല്ലാം എക്സ്പാൻഷൻ ആണ്. അതായത് പിസ്റ്റൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് വീണ്ടും ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഇവിടെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കംപ്രഷൻ ആണ്, ഐസോതെർമലും ആണ്. ഓൾറെഡി നേരത്തെ ഐസോതെർമൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് എക്സ്പാൻഷൻ ആയിരുന്നു. ഇനി ഇപ്പൊ പറയുന്നത് കംപ്രഷനെ കുറിച്ചാണ്. സോ ഓൾറെഡി ഞാൻ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞതേ ഉള്ളൂ, എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങോട്ടാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കംപ്രഷൻ എന്ന് പറയുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിസ്റ്റൻ തിരിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ പ്രോസസ് 2 to 3, അതായത് 2 to 3 നേരത്തെ പ്രോസസ്സ്, വർക്ക് ഈസ് ഡൺ ബൈ ദ എയർ യൂസിങ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. അതിന്റെ ഇന്റേണൽ എനർജി മൂലമാണ് എന്ത് അവിടെ വർക്ക് നടന്നത്. ഇനി ഈ ഒരു വാക്ക് ശ്രദ്ധിക്കാം, വർക്ക് ഈസ് ഡൺ ബൈ ദി എയർ. അതായത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? വർക്ക് ഈസ് ഡൺ ബൈ ദ എയർ ആണ്. എയർ ആണ് എന്ത്? നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് വർക്ക്. അത് ഓർത്തിരിക്കുക, ഇത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കാര്യം എന്താണ്? വർക്ക് ഈസ് ഡൺ ബൈ ദി എയർ ആണ്, യൂസിങ് ഇന്റേണൽ എനർജി. സിസ്റ്റം സ്വന്തമായിട്ടാണ് ആ വർക്ക് നടന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് മെൻഷൻ ചെയ്യുന്നത്. സോ അറ്റ് സ്റ്റേറ്റ് 3, നമ്മൾ സ്റ്റേറ്റ് 3ലാണ് നിൽക്കുന്നത്. എക്സ്റ്റേണൽ കോൾഡ് ബോഡി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സിലിണ്ടർ ആൻഡ് the heat is rejected isothermally to the cold body at a constant temperature T3. അതായത് നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഇൻസുലേഷൻ ഉണ്ടായിരുന്നു, ആ ഇൻസുലേഷൻ ഇപ്പൊ മാറ്റി അതിനുശേഷം ഇവിടെ ഒരു കോൾഡ് ബോഡി കൊണ്ട് വെച്ചു. അതായത് ഒരു സിങ്ക് വെച്ചു. സിങ്ക് ഒക്കെ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ
ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ അതായത് ഹൈ ടെമ്പറേച്ചർ ആണ് ഇപ്പം നിലവിൽ. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവുമാണ്. സോ എന്ത് സംഭവിക്കും? ഹീറ്റ് സിസ്റ്റത്തിൽ അകത്ത് നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പാസ് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ? സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ ഹീറ്റിനെ പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ഹീറ്റിനെ റിജക്ട് ചെയ്തു എന്ന് പറയും. സോ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കോൾഡ് ബോഡി ഈ സിലിണ്ടറിന്റെ ബോട്ടം ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് റിജക്ട് ചെയ്തു. അതും ഐസോതെർമലി തന്നെയാണ്. ഐസോതെർമലി എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ T3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിർത്തിക്കുക. അതായത് T3 എന്ന് പറയുന്ന ലൈൻ, അതായത് TS ഡയഗ്രത്തിൽ കാണാം, T3 എന്ന് പറയുന്ന ലൈൻ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് Q ഔട്ട്, അതായത് ഹീറ്റിനെ റിജക്ട് ചെയ്തു. നേരത്തെ എന്തായിരുന്നു? ഇവിടെ ഹീറ്റിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഹീറ്റ് അഡീഷൻ നടത്തി. സോ ഐസോതെർമൽ കംപ്രഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദി കർവ് 3 to 4. അതായത് കംപ്രസ് ചെയ്യുവാണ്. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഡിക്രീസ് ചെയ്യും. 3 to 4 എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. അത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. എന്താണ് ഐസോതെർമൽ കംപ്രഷൻ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് വെളിയിൽ ഒരു കോൾഡ് ബോഡിയെ വെച്ചിട്ട് ഇൻസൈഡ് ഉള്ള സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ വീണ്ടും എയർ എന്ത് ചെയ്യുവാണ്? കൂൾ ചെയ്യുവാണ്. വീണ്ടും എയർ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പിസ്റ്റന്റെ മൂവ്മെന്റ് 3 ൽ നിന്ന് 4ലേക്ക് വീണ്ടും പഴയ പൊസിഷനിലോട്ട് തിരിച്ചെത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ എന്ന് വിളിക്കും. During this process, work is done on the air and an equal amount of heat is rejected to the cold body. അതായത് വർക്ക് ഈസ് ഡൺ ഓൺ ദ എയർ ആണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്? ഇവിടെ നെഗറ്റീവ് വർക്കാണ് നടക്കുന്നത്. കാരണം പിസ്റ്റൺ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യിക്കുവാണ്. അതായത് വർക്ക് ഡൺ ഓൺ ദ എയർ ആണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 2 to 3 പ്രോസസ്സിൽ പിസ്റ്റൺ തന്നെ മൂവ് ചെയ്യുമായിരുന്നു. അതായത് എയർ പുഷ് ചെയ്തിട്ടാണ് അവിടെ പിസ്റ്റൺ മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് വർക്ക് ഈസ് ഡൺ ബൈ ദ എയർ പറഞ്ഞത്. നിലവിൽ ഇപ്പം 3 to 4 കാര്യം പറയുമ്പോൾ അവിടെ എന്താണ്? വർക്ക് ഈസ് ഡൺ ഓൺ എയർ ആണ്. സോ നെക്സ്റ്റ് ലാസ്റ്റ് പ്രോസസ് ആണ്, അതായത് കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് വീണ്ടും അഡയബാറ്റിക് കംപ്രഷനിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഐസോതെർമൽ എക്സ്പാൻഷൻ പറഞ്ഞു, അഡയബാറ്റിക് എക്സ്പാൻഷൻ പറഞ്ഞു, ഐസോതെർമൽ കംപ്രഷൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ നമ്മുടെ അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ഇവിടെ കണ്ടിരുന്നു, നേരത്തെ ഒരു ഇൻസുലേഷൻ ഉണ്ടായിരുന്നു. ആ ഇൻസുലേഷൻ മാറ്റിയതിന് ശേഷമാണ് അവിടെ ഒരു കോൾഡ് ബോഡിയെ നമ്മൾ പ്ലേസ് ചെയ്തത്. ആ കോൾഡ് ബോഡിയിൽ നിന്ന് എന്ത് സംഭവിച്ചു? ഇൻസൈഡ് ഉള്ള സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് എന്ത് സംഭവിച്ചു? ഹീറ്റ് ട്രാൻസ്ഫർ ആയി. അങ്ങനെ ഹീറ്റ് റിമൂവ് ആയി, റിജക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എയർ എക്സ്പാൻഷൻ കുറയാൻ തുടങ്ങി. അങ്ങനെ അതിനെ കംപ്രസ് ആവാൻ തുടങ്ങി. അങ്ങനെ പിസ്റ്റന്റെ മൂവ്മെന്റ് തിരിച്ച് വീണ്ടും പഴയ ഡയറക്ഷനിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ നിന്ന് 4 ൽ നിന്ന് 2ലേക്ക് എത്തുവാണ്. എങ്ങനെ എത്തുന്നു? അതായത് ഇവിടെ ഇപ്പൊ ഇൻസുലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറ്റ് സ്റ്റേറ്റ് 4 കോൾഡ് ബോഡി ഈസ് റിമൂവ്ഡ്. 4ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ആ കോൾഡ് ബോഡിയെ റിമൂവ് ചെയ്യണം. അതായത് ആ സിങ്ക് എന്ന് പറയുന്നതിനെ നമ്മൾ റിമൂവ് ചെയ്തു. എയർ ഈസ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി ടു ദി ഇനീഷ്യൽ സ്റ്റേറ്റ് 1. അതായത് ഇന്റേണൽ എനർജി മൂലം എന്ത് സംഭവിക്കുകയാണ്? അഡയബാറ്റിക് ആയിട്ട് അത് കംപ്രസ് ആവുകയാണ്. അതായത് അഡയബാറ്റിക് ആയിട്ട് തന്നെ കംപ്രസ് ആകുമ്പോൾ പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ത് സംഭവിക്കും? വീണ്ടും പഴയ പൊസിഷനിൽ നിന്ന് വീണ്ടും മാറുകയാണ്. അതായത് 4 to 1 എന്ന് പറയുന്നത് എന്താണ്? വോളിയം സ്ലൈറ്റ്ലി വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇനിഷ്യൽ സ്റ്റേജിൽ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു. അഡയബാറ്റിക് കംപ്രഷന്റെ പ്രോസസ്സിന്റെ പ്രത്യേകത മൂലമാണ് ഇത്രയും വേരിയേഷൻ ഇവിടെ സംഭവിച്ചത്. വോളിയം വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു. അതേ സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ PV diagram, this adiabatic compression process is represented by the curve 4 to 1. ആണ് 4 to 1 എന്ന് പറയുന്ന curve. And in the TS diagram by a vertical line 4 to 1. വീണ്ടും എന്ത് ചെയ്യുവാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So during this process work is done on the air to bring it to the original state. അപ്പോൾ ഈ 4ാമത്തെ പ്രോസസ്സും കഴിഞ്ഞപ്പോഴാണ് എന്ത്? ഈ 4 റിവേഴ്സിബിൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. ഇപ്പോഴാണ് ഒരു സൈക്കിൾ ആയത്. സോ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മുടെ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ്. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരുന്നു? ഐസോതെർമൽ
എക്സ്പാൻഷൻ ആയിരുന്നു. ഇവിടെ ഫുള്ള് കൊടുത്തിട്ടില്ല. കൂടുതൽ നിങ്ങൾ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഇത് കോപ്പി ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഈ ഒരു ഇമേജ് വരയ്ക്കാൻ ശ്രമിക്കുക. ഇതിൽ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഇവിടെ ഐസോതെർം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അത് എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതുക ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന്. അതേപോലെ തന്നെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ആരോ മാർക്ക് ഇട്ട് അകത്തേക്കാണ് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതായത് QS എന്ന് പറയുന്ന ഇത്, അതായത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് 1 to 2 പ്രോസസ്സിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? 1 to 2 പ്രോസസ്സിൽ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. ആ സിലിണ്ടറിന്റെ ക്യാപ് ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൾഡ് ബോഡി ഒരു ഹോട്ട് ബോഡിയെ നമ്മൾ വെക്കുന്നു. ആ ഹോട്ട് ബോഡിയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ഇൻസൈഡ് ദ സിലിണ്ടറിലേക്ക് പാസ് ചെയ്യുന്നു. കാര്യം എന്തായിരുന്നു? ഇൻസൈഡ് ദ സിലിണ്ടറിൽ mkg ഓഫ് എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. kg ഓഫ് എയറിന്റെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. ഇവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലുമായിരുന്നു. സോ നാച്ചുറൽ പ്രോസസ്സ് സംഭവിച്ചു. ഹയറിൽ നിന്ന് ലോവറിലേക്ക് എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് ട്രാവൽ ചെയ്തു. സോ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻസൈഡ് ഉള്ള എയർ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ആയി. എക്സ്പാൻഡ് ആയപ്പോൾ ആ ഒരു പ്രഷറിൽ എന്ത് ചെയ്തു? പിസ്റ്റൺ മൂവ് ചെയ്തു. അതായത് എക്സ്പാൻഷൻ നടന്നു അവിടെ. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു എക്സ്പാൻഷൻ നടന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? പ്രഷർ സ്ലൈറ്റ്ലി ഡ്രോപ്പ് ആവുകയും അതുപോലെ തന്നെ വോളിയം എന്ത് ചെയ്തു? V1-ൽ നിന്ന് V2-ലേക്ക് കൂടുകയും ചെയ്തു. ഇവിടെ V1-ൽ നിന്ന് V2-ലേക്ക് കുറയുകയാണ് പ്രഷർ ചെയ്തത്. എന്ത്? ഫസ്റ്റ് സ്റ്റേജില്, അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജില്. ഇനി സെക്കൻഡ് സ്റ്റേജ്, അതായത് 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ്. 2 to 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പം ഈ പിസ്റ്റൺ സിലിണ്ടറിന്റെ ഈ ബോട്ടം റീജിയനിൽ ഉണ്ടായിരുന്ന ഹോട്ട് ബോഡിയെ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തു? ഇൻസുലേഷൻ ചെയ്തു. അങ്ങനെ ഇൻസുലേഷൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇൻസൈഡ് ഉണ്ടായിരുന്ന ഇന്റേണൽ എനർജി മൂലം എന്ത് സംഭവിച്ചു? എയർ എക്സ്പാൻഷൻ സംഭവിച്ചു. സ്ലൈറ്റ്ലി ആണ് എയർ എക്സ്പാൻഡ് ചെയ്തത്. അപ്പം V2-ൽ നിന്ന് V3-ലേക്ക് അത് മാറി. അതുപോലെ തന്നെ പ്രഷർ ഡ്രോപ്പ് സംഭവിച്ചു. എന്ത്? P2-ൽ നിന്ന് P3-ലേക്ക് പ്രഷർ ഡ്രോപ്പും സംഭവിച്ചു. നെക്സ്റ്റ് 3 to 4 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. കംപ്രഷൻ ഉണ്ടാവാൻ കാര്യം എന്തായിരുന്നു? ഈ സിലിണ്ടറിന്റെ, ഈ കാണുന്ന സിലിണ്ടറിന്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൾഡ് ബോഡിയെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്തു. സോ ഈ കോൾഡ് ബോഡിയെ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു? അവിടുത്തെ എയർ എക്സ്പാൻഷൻ കുറയാൻ സംഭവിച്ചു. അങ്ങനെ പിസ്റ്റൺ തിരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കംപ്രഷൻ പ്രോസസ്സ് നടക്കാൻ തുടങ്ങി. അങ്ങനെ കംപ്രഷൻ പ്രോസസ്സ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? V3-ൽ നിന്ന് വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു. V3-ൽ നിന്ന് V4-ലോട്ട് എത്തി. അതുപോലെ തന്നെ P3-ൽ നിന്ന് P4-ലോട്ട് സ്ലൈറ്റ്ലി എന്ത് ചെയ്തു? പ്രഷർ ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് ഐസോതെർമൽ കംപ്രഷനിൽ നമ്മൾ കോൾഡ് ബോഡി വെച്ചെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്, അതായത് 4 to 1 ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ കൊടുത്തത്? ഈ കോൾഡ് ബോഡിയെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഇൻസുലേഷൻ വെച്ചു. ആ ഇൻസുലേഷൻ വെച്ചപ്പോൾ ഇൻസൈഡ് സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന ഇന്റേണൽ എനർജി മൂലം വീണ്ടും എയർ എക്സ്പാൻഷൻ കുറഞ്ഞു. അങ്ങനെ ആ എയർ വീണ്ടും എന്ത് ചെയ്തു? കംപ്രസ് ആയി. അങ്ങനെ കംപ്രസ് ആയപ്പം V4-ൽ നിന്ന് V1-ലേക്ക് വോളിയം റെഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ P4-ൽ നിന്ന് വീണ്ടും P1-ലേക്ക് പ്രഷറും റൈസ് ആയി. ഇത്ര മാറ്റങ്ങളാണ് എന്ത് ഇവിടെ സംഭവിച്ചത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ നോക്കുക. ഇതിൽ ഈ ഒരു പോർഷൻ ഒഴിവാക്കിയേരെ, അതായത് W മാക്സിമം ഇവിടെ എഴുതിയിരിക്കുന്ന ഒഴിവാക്കിയേരെ, പകരം ഇവിടെ എഴുതുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഫുൾ ആയിട്ട് എഴുതുക. ഇവിടെ അഡയബാറ്റിക് എക്സ്പാൻഷൻ ഫുൾ ആയിട്ട് എഴുതുക. ഇവിടെ ഐസോതെർമൽ കംപ്രഷൻ ഫുൾ ആയിട്ട് എഴുതുക. ഇവിടെ അഡയബാറ്റിക് കംപ്രഷൻ ഫുൾ ആയിട്ട് എഴുതുക. ഇവിടെ റെപ്രസെന്റ് ചെയ്യുക Q in എന്ന് പറയുന്നത് ഇവിടെയാണെന്നും Q out ഇവിടെയാണെന്നും കൂടെ റെപ്രസെന്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ആ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക.
4 പ്രോസസ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇതിന്റെ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. സോ ഫസ്റ്റ് ഫോർ ദി അഡയബാറ്റിക് എക്സ്പാൻഷൻ, നമുക്കിപ്പോൾ അറിയാം അഡയബാറ്റിക് എക്സ്പാൻഷൻ എവിടെയാണ്, 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ്, 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ്. 2 to 3 എന്ത് നടക്കുന്നത്, അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അഡയബാറ്റിക് പ്രോസസ്സിന് വോളിയം ടെമ്പറേച്ചറിന് ഒരു റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെക്കണം. ഇപ്പൊ അതിന്റെ വന്ന വഴികളൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഈ ഒരു റിലേഷൻ മാത്രം ഇവിടെ മതി ഈ ഡെറിവേഷന് വേണ്ടിയിട്ട്. അപ്പം ഇതിന്റെ റിലേഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കുക. അതായത് V3/V2, അതായത് V3/V2, അതായത് ഈ ഒരു സൈഡിൽ വരുന്ന റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതായത് V3/V2. ഇനി ഈ ഒരു സൈഡ് എടുക്കുമ്പോഴോ V4/V1 എന്ന് വരും. ഈ ഒരു ഡയറക്ഷൻ ഓർത്തിരിക്കുക. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ എങ്ങനെ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷെ അതിന്റെ പുറകിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഈ റിലേഷൻ എഴുതുന്നത്. അതായത് V3/V2 ഈ രണ്ട് പോർഷൻ, അതായത് ഈ അഡയബാറ്റിക് വരുന്ന ഈ രണ്ട് പോർഷനിലും നമ്മൾ എടുക്കുന്നത് V3/V2 എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം T2/T3, അതായത് ഈ പോർഷൻ T2/T3. ഇതേപോലെ തന്നെ ആയിരിക്കും കംപ്രഷന്റെ, അഡയബാറ്റിക് കംപ്രഷന്റെ റിലേഷൻ എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ എടുക്കാം, T1/T4, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ തിരിച്ചു വരാം. അപ്പൊ V3/V2 എന്ന് പറയുന്നത് T2/T3 the whole power 1/gamma-1 എന്നാണ്. ഇതാണ് ആ റിലേഷൻ. ഫോർ അഡയബാറ്റിക് എക്സ്പാൻഷനിൽ വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെ റിലേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്ത്, V3/V2 is equal to T2/T3 എന്ന്, the whole power 1/gamma-1. ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് അഡയബാറ്റിക് എക്സ്പാൻഷൻ 2 to 3 കാര്യമാണ് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഫോർ അഡയബാറ്റിക് കംപ്രഷൻ 4 to 1, അതായത് 4 to 1 നമ്മൾ വീണ്ടും എഴുതുന്നത് എങ്ങനെയായിരിക്കും, നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിയ പോലെ തന്നെ ഓർത്തിരുന്നാൽ മതി. അതായത് ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. എന്ത് എടുക്കും, V4/V1, V4/V1 is equal to, ഇങ്ങനെ ഇവിടെ നോക്കാം, അതായത് ഈ ഡയറക്ഷനിലാണ് ഇവിടെ എടുക്കുന്നത്, അതായത് T1/T4, T1/T4. ഒന്നില്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഓർക്കുക, 2, 3 എന്ന്, അതായത് ഇവിടെ T2/T3 എന്ന് എടുത്താൽ വോളിയം എങ്ങനെ ആയിരിക്കും എടുക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് T2/T3 എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്, V3/V2 എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ടെമ്പറേച്ചർ T1/T4 എന്ന് എടുക്കാം, അപ്പൊ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു, അതായത് V4/V1 എന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ഈ രീതിയിൽ ഓർക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡയറക്ഷന്റെ രീതിയിലും ഓർക്കാം. ഇതിന്റെ ബേസിന്റെ പുറത്തേക്ക് ഇനിയും പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക രീതിയിൽ അതിനെ പറഞ്ഞു തന്നത്. അപ്പൊ ഫോർ അഡയബാറ്റിക് എക്സ്പാൻഷനിൽ ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെ റിലേഷൻ ആണ് V3/V2 T2/T3 the whole power 1/gamma-1 എന്നും. ഫോർ അഡയബാറ്റിക് കംപ്രഷന് വേണ്ടിയിട്ട് V4/V1 എന്ന് പറയുന്നത് T1/T4 the whole power 1/gamma-1. ഈ രണ്ട് റിലേഷൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടിനും എന്ത് കൊടുക്കുക, ഒരു മാർക്കിംഗ് കൊടുക്കുക, ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും. അപ്പൊ നമ്മൾ രണ്ട് റിലേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഇവിടുത്തെ അഡയബാറ്റിക് എക്സ്പാൻഷന്റെ റിലേഷനും, പിന്നെ ഒന്ന് അഡയബാറ്റിക് കംപ്രഷന്റെ റിലേഷനും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓൾറെഡി ഇപ്പൊ നമ്മൾ നേരത്തെ എന്താ ഡിസ്കസ് ചെയ്തത്, ഇവിടെ നമ്മൾ പറഞ്ഞു V3/V2 എന്ന് പറയുന്നത് T2/T3 എന്നും V4/V1 എന്ന് പറയുന്നത് T1/T4 ആണെന്ന്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ടെമ്പറേച്ചർ, അതായത് ഇത് കണ്ടോ, ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ്, അതായത് 1 ആണെങ്കിലും 2 ആണെങ്കിലും എന്താണ്, സെയിം ആണ്. ഇവിടുത്തെ വാല്യൂ തന്നെ ആയിരിക്കും എന്ത്, ഈ 2ലും വരിക. അതായത് T1 എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, T2 ഈക്വൽ ആയിരിക്കും.
അതേപോലെ തന്നെ ഈ പോയിന്റിൽ 4ന്റെ വാല്യൂം 3ന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ലോ ടെമ്പറേച്ചർ ആണ്. അതായത് ഈ പോയിന്റ് ആണ്. അതായത് T4 A എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? T3ക്ക് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, T2 എന്ന് പറയുന്ന വാല്യൂ T1 എന്താണ്? ഈക്വൽ ആണ്. T3 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? T4നും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ രണ്ട് റേഷ്യോകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞാൽ പോരെ? അതായത് V3 by V2 is equal to എന്ന് പറയുന്നത് എന്തായിരിക്കും? V4 by V1 എന്നായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. V3 by V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V4 by V1 എന്നായിരിക്കും. അതായത് അഡയബാറ്റിക് എക്സ്പാൻഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ രണ്ടിന്റെയും കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും എന്താണ്? ഈക്വൽ ആണ്. ഈ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് മാത്രം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട, അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ മതി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ. അതായത് V3 by V2 is equal എന്ന് പറയുന്നത് T2 by T3 the whole power ഇതായിരുന്നു. അതുപോലെ V4 by V1 is equal എന്ന് പറയുന്നത് T1 by T4 ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. അതായത് T1 എന്ന് പറയുന്നത് T2ന് ഈക്വൽ ആയതുകൊണ്ടും T4 എന്ന് പറയുന്നത് T3ക്ക് ഈക്വൽ ആയതുകൊണ്ടും ഇത് രണ്ടും തമ്മിൽ എന്തായി? ഈക്വൽ ആയി. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് V3 by V2 is equal to എന്ന് പറയുന്നത് എന്താണ്? V4 by V1 എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ രണ്ടിന്റെ റേഷ്യോ എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു അഡയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ ആണെന്ന് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് നോക്കിക്കേ, V3 by V2, V4 by V1. ഈ V2വിനെ ഈ V1ന്റെ മുകളിലേക്ക് കൊടുത്ത് നോക്കുക, എന്ത് സംഭവിക്കും? V2 by അതായത് ഈ V2നെ നമ്മൾ അപ്പറിലേക്ക് കൊടുക്കുന്നു. അതായത് V2 by ഇവിടെ എന്ത് വരും? V4 റീപ്ലേസ് ചെയ്തു, V2 by V1 എന്നും വരും. അതേപോലെ തന്നെ ഈ V4നെ ഈ ബേസിലേക്കും കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? V3 by V4 എന്ന് വരും. അതായത് നേരത്തെ ഞാൻ ഡയറക്ഷൻ പറഞ്ഞിരുന്നു, ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷൻ ആണ് ഇവിടുത്തെ റേഷ്യോ എടുക്കുന്നത്. അതേപോലെ ഇവിടുത്തെ ഡയറക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കുന്നത്. ഈ ഡയറക്ഷനിൽ ആണ് ഇവിടുത്തെ റേഷ്യോ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇവിടുത്തെ രണ്ടിന്റെ, അതായത് ഈ രണ്ട് പോർഷന്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. അതായത് V3 by V2 എന്ന്, ഇവിടുത്തത് V4 by V1 എന്ന്. ഇനി നമ്മളിപ്പോ എടുക്കുന്നത് എവിടത്തെയാണ്? ഈ പോർഷനിലെയാണ്. അപ്പൊ ഈ പോർഷനിലെ നോക്കുമ്പോൾ എന്താണ്? V2 by V1. നമ്മളിപ്പോ പറഞ്ഞിരുന്നു ഇതാണ്ട് ഇവിടെ V2നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അതായത് V2 by V1 is equal to, അതായത് ഐസോതെർമൽ എക്സ്പാൻഷന്റെ റേഷ്യോ ആണ് ഇപ്പൊ എഴുതിയത് V2 by V1 എന്ന്. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതേ ഡയറക്ഷനിലാണെങ്കിൽ V3 by V4 ആയിരിക്കും. അതായത് V3 ഡിവൈഡ് ബൈ V2 ആയിരുന്നു. ഈ V2നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുത്തപ്പോഴാണ് ഇവിടെ V2 by V1 എന്ന് എഴുതി. ഈ V4നെ എന്ത് ചെയ്തു? ഇതിന്റെ ബേസിലോട്ട് കൊണ്ടുവന്നു. അപ്പം V3 by V4 എന്നും വന്നു. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് അഡയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് ഇപ്പൊ ചേഞ്ച് ആയി എങ്ങോട്ടേക്ക് എത്തി? അതായത് V2 by V1 is equal to V3 by V4 എന്നായപ്പോൾ എന്ത് സംഭവിച്ചു? ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ എന്നുള്ളത് is equal to ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ എന്നായി. ഈ ഒരു കാർനോട്ട് സൈക്കിളിന്റെ പ്രത്യേകതയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം, ആദ്യം പറഞ്ഞിരുന്ന ഈ അഡയബാറ്റിക് അതായത് കംപ്രഷന്റെയും ഈ അഡയബാറ്റിക് എക്സ്പാൻഷന്റെയും റേഷ്യോ തമ്മിൽ നമ്മൾ എഴുതി. ടെമ്പറേച്ചർ ഈക്വൽ ആയതുകൊണ്ട് അത് തമ്മിൽ ഈക്വൽ ആയി. അവിടുന്ന് ചെറിയൊരു ഇന്റർചേഞ്ച് വരുത്തിയപ്പം ഐസോതെർമൽ എക്സ്പാൻഷന്റെയും ഐസോതെർമൽ കംപ്രഷന്റെയും റേഷ്യോയും തമ്മിൽ എന്തായി? ഈക്വൽ ആയി മാറി. സോ ഡ്യൂറിംഗ് ദ എൻറ്റയർ സൈക്കിൾ ഹീറ്റ് ഈസ് അപ്ലൈഡ് ഡ്യൂറിംഗ് 1 to 2 ആൻഡ് റിജക്റ്റഡ് ഡ്യൂറിംഗ് 3 to 4. ഇത് നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആ PV ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹീറ്റിനെ സപ്ലൈ ചെയ്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഹീറ്റിനെ റിജക്ട് ചെയ്തത് കൊടുത്തത് എപ്പോഴാണ്? 3 to 4 പ്രോസസ്സിലാണ്. അതായത് 1 to 2 എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു. 3 to 4 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐസോതെർമൽ കംപ്രഷൻ ആയിരുന്നു. കംപ്രഷന്റെ സമയത്താണ് ഹീറ്റിനെ എന്ത് ചെയ്തത്? നമ്മൾ റിജക്ട് ചെയ്തത്. ഹീറ്റ് സപ്ലൈ ചെയ്തത് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷന്റെ സമയത്താണ്.
സോ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉള്ള ഈ ഒരു റിലേഷനെ എന്താണ് നമ്മൾ ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് P1 ln of V2 by V1 എന്നാണ്. PV is equal to MRT എന്നുള്ള റിലേഷൻ വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. MRT1 ln of V2 by V1. ഇതും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഓൾറെഡി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. വീണ്ടും ഇതിന്റെ പഴയ ഡെറിവേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻസ് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ 1 to 2 പ്രോസസ്സിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. P1 V1 ln of V2 by V1 അല്ലെങ്കിൽ MRT1 ln of V2 by V1. PV is equal to MRT എന്നുള്ള റിലേഷനിലാണ് PV യെ MRT1 ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഇനി ഹീറ്റ് റിജക്ടറിലേക്ക് എത്തിയാലോ. ഇവിടെ എന്താണ് P3 V3 ln of V3 by V4 ആണ്. അതിന്റെ P3 V3 എന്നുള്ളതിനെ നമ്മൾ MRT3 ആയിട്ട് മാറ്റി. അതായത് PV is equal to MRT. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു വെക്കുക. അതായത് ഹീറ്റ് സപ്ലൈയുടെയും ഹീറ്റ് റിജക്ടന്റെയും ഇക്വേഷൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വോളിയം ടെമ്പറേച്ചറിന്റെ റിലേഷനും പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് കാണാനായിട്ടാണ് നമ്മൾ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇതിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ എഫിഷ്യൻസിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഇവിടെ എയർ ഒരു മീഡിയം ആയിട്ട് എടുത്തത് കൊണ്ട് നമ്മൾ എന്താണ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ് കാണുന്നത്. എഫിഷ്യൻസി കാണാനായിട്ടുള്ള ഈ സിമ്പൽ നമ്മൾ നീറ്റ എന്നാണ് വിളിക്കുന്നത്. നീറ്റ ഈസ് ഈക്വൽ ടു ഓൾറെഡി ഇതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. നമ്മൾ ഇതിനെ ചുരുക്കി എഴുതുന്നത് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് എന്നാണ്. ഈ വർക്ക് ഡൺ എന്താന്ന് ചോദിച്ചാൽ എന്താണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നതാണ് എന്ത്, ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൽ നിന്ന് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വർക്ക് എത്ര എന്നുള്ളത് കിട്ടും. ആ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈ കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ആ എഞ്ചിന്റെ എഫിഷ്യൻസി കാണാൻ സാധിക്കും. സോ നിലവിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി ഹീറ്റ് സപ്ലൈയുടെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, P1 V1 ln of V2 by V1 എന്ന്. അപ്പൊ ആ P1 V1 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മളിവിടെ PV is equal to MRT എന്നുള്ള റിലേഷനിൽ MRT1 എന്നുള്ള വാല്യൂ നമ്മൾ അങ്ങോട്ട് കൊടുത്തത്. സോ ഹീറ്റ് സപ്ലൈയുടെ ഇക്വേഷൻ നമുക്കറിയാം MRT1 ln of V2 by V1 ആണ്. അതേപോലെ തന്നെ ഹീറ്റ് റിജക്റ്റന്റിന്റെ അറിയാം നമുക്ക് MRT3 ln of V3 by V4. ഈ T1 എന്നുള്ള വാല്യൂവിന് പകരം T2 കൊടുത്താൽ യാതൊരു തെറ്റുമില്ല, T3ക്ക് പകരം T4 കൊടുത്താലും തെറ്റില്ല. കാരണം നമ്മുടെ TS ഡയഗ്രത്തിൽ നമുക്കറിയാം T1 is equal to T2 ആണ്, T3 is equal to T4 ആണ്. സോ ഹീറ്റ് സപ്ലൈന്റെ ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് പുട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഹീറ്റ് റിജക്റ്റന്റിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 എണ്ണം കൂടി നമ്മൾ അപ്ലൈ ചെയ്തു. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, അതായത് 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം. കാരണം ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഹീറ്റ് സപ്ലൈഡ് തന്നെയാണ് ഇവിടെ. അപ്പൊ ഇത് 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എഴുതാം. ഇല്ല 1 മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും 1 മൈനസ് MRT3 ln of V3 by V4 ഡിവൈഡ് ബൈ MRT1 ln of V2 by V1 നമുക്ക് എഴുതാം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്ത് T1 T3 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം, അതായത് T1 ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, അതായത് V2 by V1 എന്ന് പറയുന്ന വാല്യൂ, V3 by V4 എന്ന് പറയുന്ന വാല്യൂ, ഇവര് തമ്മിൽ എന്തോ ഒരു സാമ്യമുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, അതായത് V2 by V1 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്, V3 by V4 എന്ന് പറയുന്ന വാല്യൂ. അതായത് V2 by V1 എന്ന് പറയുന്നതാണ് എന്ത്, V3 by V4. ഐസോതെർമൽ എക്സ്പാൻഷന്റെയും ഐസോതെർമൽ കംപ്രഷന്റെയും റേഷ്യോ തമ്മിൽ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂ എന്താണ്, കോമൺ, അതായത് ഈക്വൽ വാല്യൂ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് ഇതിനെല്ലാം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ആര് മാത്രമേ ഉള്ളൂ അപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ളത്, T1 ഉം T3യും. ബാക്കിയെല്ലാം കോമൺ ആണ്. അതായത് M ഉം 2ന്റെയും സെയിം ആണ്, R ന്റെ വാല്യൂ 2ന്റെയും സെയിം ആണ്. അതുപോലെ തന്നെ ln of V2 by V1 is equal to എന്ന് പറയുന്നതും ln of V3 by V4 എന്ന് പറയുന്നതും സെയിം ആയിട്ട് തന്നെ. അപ്പൊ ഇതിനെ ഈ കോമൺ ടൈമിനെ എല്ലാം പുറത്തേക്ക് എടുത്തതിന് ശേഷം അകത്ത് മിച്ചമുള്ളത് ബാക്കി എന്താണ്, T1 മൈനസ് T3 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ നമ്മള് താഴെയുള്ള വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ MR ln of V2 by V1 എന്ന് പറയുന്നതും മേളിലത്തെ MR ln of V2 by V1 എന്ന് പറയുന്നതും സെയിം ആണ്. സോ എന്ത് സംഭവിച്ചു, നമ്മൾ ഇതിനെ
കട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം നമുക്ക് ഫൈനലി എന്ത് സംഭവിച്ചു? T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1 എന്ന് വന്നു. അതായത് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ T1 ബൈ T1 മൈനസ് T3 ബൈ T1 എന്ന് പറയും. അതായത് 1 മൈനസ് T3 ബൈ T1 എന്ന് നമുക്ക് എന്ത് വന്നു? എഫിഷ്യൻസി ഇക്വേഷൻ വരുവാണ്. സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോർഷനിലേക്ക് എത്തിയത്. അതായത് T1 ബൈ T1 മൈനസ് T3 ബൈ T1 എന്ന് വന്നത്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി. അതായത് 1 മൈനസ് T3 ബൈ T1 എന്ന് എഴുതി. ഇതെല്ലാം ഈക്വൽ ആണല്ലോ. 1 മൈനസ് T3 ബൈ T1 എന്ന് എഴുതി. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാല് നമുക്ക് മനസ്സിലാവും T3 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എന്താണ്? നമ്മുടെ TS ഡയഗ്രത്തിലെ 1 to 2 പ്രോസസ്, അതുപോലെ തന്നെ ഇവിടെ 1, 2, 3, 4 കുറച്ച് ഭംഗിയൊന്നും ഇല്ലെങ്കിലും മനസ്സിലാവും. 1 to 2 നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു 1 ഉം 2 എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആണ്. അതുപോലെ തന്നെ 3 ഉം 4 എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റീജിയൻ ആണ്. ഇവിടെ ശ്രദ്ധിച്ചറിയാതെ T3 ആണ്, അതായത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി. T1 എന്ന് പറയുന്നത് അപ്പറിലുള്ളത്, അതായത് ഹൈ ടെമ്പറേച്ചർ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡിയാണ്. അതിനെ എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യുക? അതായത് 1 മൈനസ് T2 ബൈ T4 എന്ന് എഴുതിയാലും തെറ്റില്ല. 1 മൈനസ് T3 ബൈ T1 എന്ന് എഴുതിയാലും തെറ്റില്ല. 1 മൈനസ് അതായത് T4 ബൈ T2 എന്ന് എഴുതിയാലും തെറ്റ് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കോൾഡ് ടെമ്പറേച്ചറിന്റെ റീജിയൻ. അതായത് T3 ഉം T4 ഉം വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ആയിരിക്കും. T1 ഉം T2 എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി ആയിരിക്കും. സോ ജനറലി ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി ഈസ് ടേക്കൺ ആസ് T1. നമ്മൾ ജനറലി ഹോട്ട് ബോഡിയുടെ എപ്പോഴും T1 ആയിട്ട് തന്നെ എപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഓഫ് കോൾഡ് ബോഡി ഈസ് ടേക്കൺ ആസ് T2. ചെറിയൊരു ചേഞ്ച് വരുത്തിയത് T3 എന്നുള്ളത് നമ്മൾ T2 ആക്കി. ഇതിൽ വെച്ചിട്ട് T2 അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്കൊക്കെ ജനറലി നമ്മൾ പറയുമ്പോൾ 1 മൈനസ് T2 ബൈ T1 എന്ന് പറയും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിലെ ഈ T2 എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈക്കിളിലെ T2 ആണെന്ന് കരുതരുത്. T3 റീപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ T2 എന്ന്. ആ T2നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ ആയിട്ടായിരിക്കും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1 മൈനസ് T3 ബൈ T1 എന്ന് തന്നെ എടുത്തു, ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം T3 എന്ന് പറയുന്ന വാല്യൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും? കോൾഡ് ബോഡിയെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. അതിപ്പോ T2 കൊടുത്താലും T4 കൊടുത്താലും T5 കൊടുത്താലും ആ നമ്പറിംഗിൽ ഒരു കാര്യമില്ല. എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ബൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി എന്നാണ്. അതൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ജനറലി നമ്മൾ T1നെ ഹോട്ട് ബോഡി എന്നും വിളിക്കും. അതുപോലെ T3 റീപ്ലേസ് ചെയ്തിട്ട് T2 എന്ന് വിളിച്ചിട്ട് ആ T2 എന്ന് പറയുന്നത് കോൾഡ് ബോഡി ടെമ്പറേച്ചർ ആണെന്ന് നമ്മൾ പറയത്തുള്ളൂ. So Carnot cycle gives the maximum possible efficiency, yet no engine has been made till date on this cycle due to the following reasons. നമുക്കറിയാം Carnot cycle എന്ന് പറയുന്നത് വളരെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി തരുന്ന, എന്നാൽ ഇതുവരെ നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു എഞ്ചിനാണ് Carnot cycle വർക്ക് ചെയ്യുന്ന Carnot heat engine എന്ന് പറയുന്നത്. അത് കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അത് പറ്റാത്തതെന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So the expansion and the compression process are adiabatic, and hence the two operations should be carried out as quickly as possible so that there is hardly any time for the heat exchange to take place. അതായത് ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് എക്സ്പാൻഷൻ പ്രോസസ്സും കംപ്രഷൻ പ്രോസസ്സും അഡയബാറ്റിക് ആണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളത്. അതായത് അവിടെ ഇൻസുലേഷൻ വേണം. So hence the two operations should be carried out as quickly as possible. വളരെ പെട്ടെന്ന് തന്നെയാണ് ആ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. So that there is hardly any time for the heat exchange to take place. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചിനുള്ള ഒരു ടൈമിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ക്വിക്ക് ആയിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ്സും കംപ്രഷൻ പ്രോസസ്സും അഡയബാറ്റിക്കിൽ നടത്തുന്നത്, അഡയബാറ്റിക് കണ്ടീഷനിൽ നടത്തുന്നത്. In other hand, heat supply and rejection take place isothermally, which means the operation must be slow to maintain the constant temperature.
അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട്, അതായത് നമ്മളെ ഹീറ്റ് സപ്ലൈയും ഹീറ്റ് റിജക്ഷനും ഐസോതെർമലി ആണെന്ന് പറഞ്ഞു. ഐസോതെർമൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പ്രോസസ്സിനെ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പം ഒരേ കണ്ടീഷനിൽ തന്നെ, അതായത് ഒരേ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരേ സൈക്കിളിൽ തന്നെ രണ്ട് രീതിയിലുള്ള വേരിയേഷൻ വരുന്നു. അതായത് രണ്ട് പ്രോസസ്സുകൾ നമ്മൾ വളരെ ക്വിക്ക് ആയിട്ടും വേറെ രണ്ട് പ്രോസസ്സുകൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പം so it is obvious that such sudden changes in the speed of an engine in one cycle are not possible in an actual cycle. ഒരു ആക്ച്വൽ സൈക്കിളിനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള എഞ്ചിന്റെ അകത്തുള്ള, അതായത് ഈ സഡൻ ചേഞ്ചസ്, അതായത് ഒന്ന് ക്വിക്ക് ആയിട്ടും ഒന്ന് വളരെ സ്ലോ ആയിട്ടും നടത്തുന്ന രണ്ട് പ്രോസസ്സ് ഒരേ സൈക്കിളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതായത് sudden changes in the speed of an engine in one cycle are not possible in an actual cycle. ഈ ഒരൊറ്റ രണ്ട് കാരണങ്ങളുടെ മെയിൻ ഇതുകൊണ്ടാണ് കാർനോട്ട് എഞ്ചിനെ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൊണ്ടുവരാൻ പറ്റാത്തത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. വളരെ ചെറിയൊരു പ്രോബ്ലം ആണ്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓൾറെഡി കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഐസോതെർമൽ എക്സ്പാൻഷനും അല്ലെങ്കിൽ ഐസോതെർമൽ കംപ്രഷനും അതുപോലെ അഡിയബാറ്റിക് എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ റിലേഷനും അവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നമ്മൾ കാർനോട്ട് സൈക്കിളിലൂടെ ആ ഡെറിവേഷനിലൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനെയൊക്കെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ആ പ്രോബ്ലം നമ്മളൊന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. സോ ആ പ്രോബ്ലം പറയുന്നത്, during a Carnot engine receives 500 kg of heat per cycle from a high temperature reservoir at 317 degrees Celsius and reject heat at a temperature of 22 degrees Celsius. Find the theoretical efficiency of the cycle and the amount of heat rejected to the low temperature heat reservoir. അപ്പൊ അണ്ടർലൈൻ ചെയ്ത വരികൾ ശ്രദ്ധിച്ച് വായിക്കുക. ഒരു കാർനോട്ട് എഞ്ചിൻ 500 kg ഹീറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അതായത് 500 kg കിലോ ജൂൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതായത് Q in ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അതായത് ഹീറ്റ് സപ്ലൈഡ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ അറ്റ് 317 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന റീജിയൻ നമുക്കറിയാം. 1 to 2 എന്ന് പറയുന്ന റീജിയൻ ആണ് ഈ പറയുന്നത്. അതായത് 1ന്റെ അല്ലെങ്കിൽ T1 = T2 = എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ന് പറയുന്നത് 317. അതായത് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് റിജക്ട് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 22 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഹീറ്റിനെ റിജക്ട് ചെയ്യുന്ന പോർഷൻ, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 22 ഡിഗ്രി സെൽഷ്യസ്. അതായത് T4ന്റെയും T3യുടെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇത്ര വാല്യൂ തന്നിട്ട് നമ്മളോട് പറയുകയാണ് ഫൈൻഡ് ദ തിയററ്റിക്കൽ എഫിഷ്യൻസി, നീറ്റയുടെ വാല്യൂ കാണുക, ആൻഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ടു ദി ലോ ടെമ്പറേച്ചർ ഹീറ്റ് റിസർവോയർ. ഇവിടുന്ന് റിജക്ട് ചെയ്യുന്ന ഹീറ്റ്, അതായത് ഹീറ്റ് റിജക്റ്റഡ് ആണ് കാണേണ്ടത്. അപ്പം ഹീറ്റ് സപ്ലൈഡ് ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഗിവൺ ഡേറ്റാസ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 317 ഡിഗ്രി സെൽഷ്യസ്. അതായത് T1 = 317 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഓൾസോ = എന്താണ്, T2 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇപ്പൊ നിലവിൽ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ T2 എന്നുള്ള വാല്യൂ കാണും. അത് പറയാം. അതായത് T1 എന്ന് പറയുന്ന വാല്യൂ 317 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് കാർനോട്ട് സൈക്കിളിന്റെ TS ഡയഗ്രാം വെച്ചിട്ട് അറിയാം T1 = T2 തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. നെക്സ്റ്റ്, T2 = 22 ഡിഗ്രി സെൽഷ്യസ്. നേരത്തെ T1 = T2 എന്ന് പറഞ്ഞത് ഇപ്പൊ T2 = 22. ഒരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ നമ്മൾ ഡെറിവേഷൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ വാക്ക്, അതായത് T2 എന്ന് പറയുന്നത് നമ്മൾ കോൾഡ് ബോഡിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെൻഷൻ ചെയ്യുന്നതാണ് T2 എന്ന്. നിലവിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്ത് വാല്യൂ ആണ്, T3യുടെ വാല്യൂ ആണ്. അതെങ്ങനെ മനസ്സിലായി നമുക്ക്? ഹീറ്റ്
അതായത് ഹീറ്റ് റിജക്ഷൻ നടക്കുന്ന അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് T3യുടെ വാല്യൂ ആണ്, പക്ഷെ നമ്മളെ ഇക്വേഷനിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയായിരുന്നു. 1 - T3/T1 എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, T2/T1 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ T2 കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. T2 എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ലോ ടെമ്പറേച്ചർ റിസർവോയറിന്റെ വാല്യൂ ആണ്. അതിനെ അങ്ങനെ തന്നെ T2 എന്ന് തന്നെ മെൻഷൻ ചെയ്തു, അല്ലെങ്കിൽ T3 എന്ന് മെൻഷൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ മേളില് കോൾഡ്, അതായത് ലോ ടെമ്പറേച്ചർ റീജിയന്റെ താഴെ ഹൈ ടെമ്പറേച്ചർ റീജിയന്റെ വാല്യൂ മാത്രം ഇട്ട് കൊടുത്തു വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. സോ അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എന്ത് ചെയ്യുക, കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യുക. കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യാൻ 273 ആഡ് ചെയ്താൽ മതി. അങ്ങനെ T1നെയും T2നെ, ഞാൻ T2 എന്ന് തന്നെ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ T3 എന്ന് പറയുന്ന വാല്യൂവിനെ എന്ത് ചെയ്യുക, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ട് മാറ്റുക. ഇവിടെ ഹീറ്റ് സപ്ലൈഡ് 500 kg ആണെന്ന്, സോറി കിലോ ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. സോ നമുക്ക് തിയററ്റിക്കൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമുക്കറിയാം, നീറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1 എന്നാണ്. അതായത് 1 - ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി. കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ്, 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 295 ആയി. അതുപോലെ T1ന്റെ വാല്യൂ എന്തായിരുന്നു, 317 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതായത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം എഴുതിയപ്പോൾ 590 ആയി. ഇത് തമ്മിലുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 1 - T, അതായത് കോൾഡ് ബോഡി ഡിവൈഡ് ബൈ ഹോട്ട് ബോഡി എന്നുള്ള ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 0.5 എന്നുള്ള വാല്യൂ കിട്ടി. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% എന്ന് നമുക്ക് കിട്ടി. ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൽ നമുക്ക് എഫിഷ്യൻസി എത്ര ശതമാനം കിട്ടി, 50% കിട്ടി. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ആദ്യത്തെ സാധനം കണ്ടുപിടിച്ചു, തിയററ്റിക്കൽ എഫിഷ്യൻസി എന്താണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇനി എന്താണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ്, അതായത് ഇവിടുത്തെ Q ഔട്ട് അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ എത്രയെന്ന് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് കൊടുത്താൽ മതി. വർക്ക് ഡൺ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം, ഹീറ്റ് സപ്ലൈഡ് അറിയാം, ഹീറ്റ് റിജക്റ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് സപ്ലൈഡ് അറിയാം, ഇവിടുത്തെ എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കുന്നു. ഒന്നുമില്ല, ഇത് ഒന്നില്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ 500 എന്ന് കൊടുത്താൽ മതിയായിരുന്നു. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 250 കിലോ ജൂള് കിട്ടും ഹീറ്റ് റിജക്റ്റഡ്. അപ്പൊ ക്വസ്റ്റ്യനിലെ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, തിയററ്റിക്കൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡ്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രോബ്ലം നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോഴും ആ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ എന്ത് വരയ്ക്കുക, PVTS ഡയഗ്രാം വരച്ചു പോവുക. അങ്ങനെ PVTS ഡയഗ്രാം വരയ്ക്കുന്നത് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലം ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. So question നമുക്ക് നോക്കാം. A Carnot engine operate between two reservoirs at a temperature T1 and T3. The work output of engine is 0.6 times the heat rejected. The difference in the temperature between the source and sink is 200 Kelvin. Calculate the thermal efficiency, source and sink temperature. ഈ സോഴ്സ് സിങ്ക് എന്നൊക്കെയുള്ള ടേമുകളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, Q in ഉള്ള റീജിയൻ, അതായത് സോഴ്സ് എന്ന് പറയുന്നത് അവിടത്തെയാണ്. സിങ്ക് എന്ന് പറയുന്നത് 3 to 4 റീജിയൻ ആയിരിക്കും ഹീറ്റ് റിജക്റ്റഡ് വരുന്നത്. നമ്മുടെ വാല്യൂ എന്തായിട്ട്, സോഴ്സിന്റെ എന്ന് പറയുമ്പോൾ T1 അല്ലെങ്കിൽ T2, സിങ്കിന്റെ എന്ന് പറയുമ്പോൾ T3 അല്ലെങ്കിൽ T4 തെർമൽ എഫിഷ്യൻസി കാണണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദി എൻജിൻ എന്ന് പറയുന്നത് 0.6 ടൈംസ് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 0.6 ഇൻറ്റു ഹീറ്റ് റിജക്റ്റഡ്, അത്രയാണ് വർക്ക് ഡണ്ണിന്റെ വാല്യൂ. T1 - T3, അതായത് the difference in temperature between the source and sink, ഇത് തമ്മിലുള്ള, അതായത് സോഴ്സും സിങ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 200 കെൽവിൻ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ T1 - T4 എന്ന് എടുക്കാം,
അല്ലെങ്കിൽ T2 മൈനസ് T3. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് 200 കെൽവിൻ. അല്ലാതെ ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ അല്ല തന്നിരിക്കുന്നത്. സോഴ്സിന്റെയും സിങ്കിന്റെയും ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ അറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പം വർക്ക് ഡൺ എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് വർക്ക് ഡൺ തന്നെ നമുക്ക് എഴുതാം. ഇനി ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആയിരുന്നു. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആയിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് ഹീറ്റ് സപ്ലൈഡിനെ എങ്ങനെ കണ്ടെത്താം? ഈ ഹീറ്റ് റിക്വയർഡ് എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. അപ്പൊ വർക്ക് ഡൺ പ്ലസ് ഹീറ്റ് റിജക്റ്റഡ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ ഹീറ്റ് സപ്ലൈഡ് നമ്മൾ എങ്ങനെ എഴുതി? വർക്ക് ഡൺ പ്ലസ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് എഴുതി. ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് വർക്ക് ഡൺ എന്നുള്ളത് നമുക്ക് വാല്യൂ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 0.6 ഇൻറ്റു ഹീറ്റ് റിജക്റ്റഡ് എന്നാണ്. 0.6 ഇൻറ്റു ഹീറ്റ് റിജക്റ്റഡ് ഓൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വർക്ക് ഡണ്ണിന്റെ വാല്യൂ എത്രയാ? 0.6 ഇൻറ്റു ഹീറ്റ് റിജക്റ്റഡ് പ്ലസ് ഹീറ്റ് റിജക്റ്റഡ്. ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഹീറ്റ് റിജക്റ്റഡ് ഇവിടുത്തെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് പോകും. രണ്ടും സെയിം ആണ് എങ്കിൽ ഈ ഒരു വാല്യൂ മാത്രമായിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ഇനി ഇവിടെ ഉള്ളതിനെ മാത്രം നമ്മൾ അസ്യൂം ചെയ്യുന്നു 1 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ 0.6 ഡിവൈഡഡ് ബൈ 1.6 എന്ന് വരും. അതായത് എഫിഷ്യൻസി നമുക്ക് 37.5 എന്ന് വരും. ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ തെർമൽ എഫിഷ്യൻസി കാണുന്നത്. ഓരോ പ്രോബ്ലത്തിനും ഓരോരോ രീതിയുണ്ട്. ഈ രീതി തന്നെ ആവണമെന്നില്ല നമ്മൾ ഇനിയൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നത്. മെയിൻലി കുറച്ച് ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കുക. മെയിൻലി നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? എഫിഷ്യൻസി കാണാനായിരിക്കും മോസ്റ്റ്ലി, അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ വരിക. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ ഓരോ റീജിയനിൽ വരുമ്പം ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വേണിലേക്ക്, അതായത് സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ കാണണം. അതായത് ഒന്നില്ലെങ്കിൽ T1 അല്ലെങ്കിൽ T3. ഈ ഒരു ടെമ്പറേച്ചർ ആണ് നമുക്ക് കാണേണ്ടത്. ഓൾറെഡി നമുക്കറിയാം എഫിഷ്യൻസി ഈസിക്കൽ ടു എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 മൈനസ് T2 ബൈ T അല്ലെങ്കിൽ 1 മൈനസ് T3 ബൈ T1. അതിന് മുമ്പ് നമ്മൾ അതിനെ എഴുതിയിരുന്നത് എങ്ങനെയാണ്? T1 മൈനസ് T3 ബൈ T1 എന്നാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് എഴുതിയത്? 1 മൈനസ് T3 ബൈ T1 എന്ന് എഴുതിയത്. സോ ഇവിടെ T1 മൈനസ് T3 എന്ന് പറയുന്ന വാല്യൂ 200 ആണെന്ന് അറിയാം. നീറ്റ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.375 ആണെന്ന് അറിയാം. സോ ഇതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് T1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഈ വാല്യൂ ആണ് 200. അപ്പൊ 200 ബൈ ഈ T1 ഈസ് ഈക്വൽ ടു 0.375 വരും. ഈ T1നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 200ന്റെ അടിയിലോട്ട് എന്ത് വരും? എഫിഷ്യൻസി ഈ വാല്യൂ വരും. അങ്ങനെ 200 ബൈ 0.375 വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 533.3 കെൽവിൻ വരും. കാരണം ഇവിടെ കെൽവിനിലായിരുന്നു ഇത്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ വാല്യൂ കെൽവിനിൽ തന്നെ വന്നത്. അതിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് ചേഞ്ച് ചെയ്യാം. അതായത് -273 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും. അതായത് 260.3 ഡിഗ്രി സെൽഷ്യസ് ആണ് T1ന്റെ ടെമ്പറേച്ചർ, അതായത് സോഴ്സിന്റെ ടെമ്പറേച്ചർ. ഇനി നമുക്ക് സിങ്കിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? T1 മൈനസ് T3 ഈസ് ഈക്വൽ ടു 200 എന്ന്. അപ്പൊ T3 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 മൈനസ് 200 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു T1ന്റെ വാല്യൂ ഇവിടെ 260.3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 200 ആണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ, ഇവിടെ കെൽവിനിലാണല്ലോ ഈ 200. എന്നിട്ട് എന്താ അങ്ങനെ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കാരണം ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ യൂണിറ്റിന് വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോഴും 60.3 തന്നെ വരും. ഇത് അതിന് പകരം ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കെൽവിനിലായതുകൊണ്ട് ഇതിനെ ഇവിടെ തന്നെ ഇട്ട് നോക്ക്. 533.3 മൈനസ് 200 ചെയ്താലും എന്ത് തന്നെ വരും? നമുക്കിതേ സെയിം വാല്യൂ തന്നെ കിട്ടും. അതായത് ഡിഫറൻസ് വരും. അതായത് ഇത് കെൽവിനിലും ആണല്ലോ, നമുക്ക് അതേ ഡിഫറൻസ് തന്നെ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ,